അവന് മദ്യപിച്ച് ആക്രമണങ്ങളും പരിക്കേൽപ്പിക്കലും ഉണ്ടായിരുന്നു. അത് നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പലപ്പോഴും ഇങ്ങനെ കേസൊക്കെ ആയി അന്ന് കോടതി പിന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്തി പിന്നെ വീണ്ടും ഇത് ചെയ്ത് വിട്ടതായിരുന്നു. ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാവിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ടുകൂടി കുറച്ച് കോംപ്രമൈസ് ചെയ്ത് പോയതാണ്. കുഞ്ഞ് ഒരുപാട് പീഡനങ്ങൾ കുഞ്ഞ് സഹിച്ച് ക്ഷമിച്ച് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് എൻ്റെ കുഞ്ഞൊരു മനുഷ്യായുസിന് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ പീഡനം അവൾ സഹിച്ചതാണ്. മർദ്ദനങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അവന് കൈ കിട്ടുന്ന എടുത്ത് അടിക്കുക, കസേര എടുത്തായാലും എന്തോ ആയാലും കൈ കിട്ടുന്ന എടുത്ത് അടിക്കുക, കത്തി കൊണ്ട് പോറുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ക്രൂര വിനോദങ്ങളാണ് അവൻ കാണിച്ചുകൊണ്ടിരുന്നത്. നിരന്തരമായിട്ട് അത് തുടർന്നുകൊണ്ടേ ഇരുന്നായിരുന്നു. പല ഘട്ടത്തിലും ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഞാനിവിടെ ഷാർജയിലുള്ള സമയത്ത് ഇങ്ങനെ അതുപോലെ ഒരു ദിവസം വയലൻ്റായിട്ട് പിന്നെ പെട്ടെന്ന് അവളെ ഒരുപാട് മുറിവേൽപ്പിച്ച്. അപ്പോൾ അന്നേരം ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ എത്തുകയും അവിടുന്ന് അവിടെ അനിയത്തിയുടെ റൂമിൽ കൊണ്ടുവരികയും ചെയ്യായിരുന്നു. അന്ന് പിന്നെ അവിടെ ഷാർജ പോലീസ് നമ്മൾ കേസൊന്നും കൊടുത്തില്ല. കാരണം കേസ് കൊടുത്താൽ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് അവനെ അന്ന് അത് ചെയ്യാഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മകളെടുത്ത്, മോളെ ഇനി അവൻ ഇതുകൊണ്ടൊക്കെ ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പിന്നെ ഇവൻക്ക് ഇപ്പോൾ തന്നെ ഫ്ലാറ്റ് പൂട്ടിയിട്ടിട്ടാണ് ഓടിപ്പോയിരിക്കാൻ വേണ്ടി മർദ്ദിക്കുന്നത്. അങ്ങനെ മർദ്ദിച്ച് എൻ്റെ മകളെ അവൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമായിരുന്നു. ഒരു 11 വർഷമായിട്ട് അവളെ കൊന്നുകൊണ്ടിരിക്കുക. അവൾ ഇപ്പോൾ ലാസ്റ്റ് കൊന്നു. അവനെ കൊന്നല്ല, കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 11 വർഷമായിട്ട്. അങ്ങനെ വേണം പറയാൻ. കാര്യമെന്ന് പറഞ്ഞാൽ അത്ര ആ കുട്ടി എന്നോട് വിഷമത്തിൽ കരയും പറയുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഞാൻ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ. അന്നൊക്കെ എനിക്ക് കയ്യെത്താ ദൂരത്ത് ഒന്നും ചെയ്യാനൊക്കാത്ത നിസ്സഹായനായി നിന്ന് ഫോൺ ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ അടുത്തുള്ളപ്പോൾ നമ്മളുണ്ടെങ്കിൽ ഇവൻ വയലൻ്റ് ആയാൽ അങ്ങനെയൊന്നും ആവത്തില്ല. അവന് നമ്മളൊരു ഭയമുണ്ട്, നമ്മൾ അടിക്കുമെന്ന്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ള സമയത്തൊന്നും അത്ര ഓവർ കതിർവിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെന്നോട് അവൾ പറഞ്ഞിട്ടില്ല, മറച്ചു വെച്ചിട്ടുണ്ട്. ഒരു പിതാവ് എന്നോട് പറയുന്നതിനൊരു പരിധിയില്ലേ, അങ്ങനെ പലതും മറച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്.